നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KSRTC ഇന്നു മുതൽ കൊറിയർ സർവീസ് നിർത്തി. സർവീസ് മോശമെന്ന് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി. ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണം. സംഘത്തെ ഭരണസമിതി 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കിയെന്നാരോപിച്ച് കർഷകർ സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് നീങ്ങാൻ ഇനി നാളുകൾ മാത്രം. അണിയറയിൽ ആവേശത്തിന്റെ പടയൊരുക്കവുമായി പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ. മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13-ന് ഓണപരീക്ഷ തുടങ്ങും. ഓണപരീക്ഷ 20-ന് അവസാനിക്കും. ഉരുമനയൂർ മൂന്നാം കല്ലിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത പലഹാര നിർമ്മാണ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. അജുവ സ്നാക്സ് സമൂസ പലഹാര നിർമ്മാണ കേന്ദ്രമാണ് പൂട്ടിച്ചത്. വാർത്തകൾ വിശദമായി. KSRTCയിൽ ഇന്നു മുതൽ കൊറിയർ സർവീസ് നിർത്തി. സർവീസ് മോശമെന്ന് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ആന്ധ്ര കമ്പനിയായ സിംഗു സൊല്യൂഷൻസുമായി ചേർന്നാണ് KSRTC കൊറിയർ സർവീസ് നടത്തി വന്നിരുന്നത്. സംസ്ഥാനത്തെ 48 ഡിപ്പോകളിൽ നിന്ന് സർവീസ് ഉണ്ടായിരുന്നു. 10 മണിക്കൂറിൽ കേരളത്തിൽ എവിടെയും സുരക്ഷിതമായി സാധനങ്ങൾ എത്തിക്കാമെന്നതും മറ്റ് കൊറിയർ കമ്പനികളെക്കാൾ 30% നിരക്ക് കുറവ് എന്നതും പ്രധാന ആകർഷണമായിരുന്നു. എന്നാൽ KSRTCയിലേക്ക് അടയ്ക്കേണ്ട തുക കമ്പനി കൃത്യമായി അടച്ചിരുന്നില്ല. മാത്രമല്ല, കൊറിയറുകൾ കൃത്യസമയത്ത് നൽകാനും കഴിഞ്ഞില്ല. കൊറിയർ തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളവും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സേവനം താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചത്. സേവനം മതിയാക്കാൻ ഏജൻസിക്ക് KSRTC നോട്ടീസ് നൽകി. ബുധനാഴ്ച മുതൽ ബുക്കിംഗ് എടുക്കേണ്ടെന്നാണ് ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം. നിലവിലെ ബുക്കിംഗ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം എത്തിച്ചു നൽകും. അതേസമയം കൊറിയർ സർവീസ് നടത്തിപ്പിന് പുതിയ ടെൻഡർ ക്ഷണിക്കാനാണ് KSRTC തീരുമാനം. കമ്പനികൾ വന്നില്ലെങ്കിൽ കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് സർവീസ് നടത്തും. ആദ്യം KSRTC സ്വന്തം നിലയ്ക്കാണ് കൊറിയർ സർവീസ് വിജയകരമായി നടത്തിയിരുന്നത്. നല്ല വരുമാനവും ലഭിച്ചിരുന്നു. പിന്നീട് KB ഗണേഷ് കുമാർ മന്ത്രിയായ കാലത്താണ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. സർവീസ് കൂടുതൽ പ്രൊഫഷണൽ ആക്കാനാണ് നടപടിയെന്നായിരുന്നു അന്നത്തെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് TCV. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ കയ്പമംഗലം പഞ്ചായത്ത് 10-ാം വാർഡ് ഗ്രാമസഭയിൽ പ്ലക്കാർഡും കുടങ്ങളുമായി എത്തി നാട്ടുകാരുടെ പ്രതിഷേധം. ചളിങ്ങാട് താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിഷേധമുയർത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി സംസാരിച്ച് സമരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല. തുടർന്ന് മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചു വരുത്തി. പ്രദേശത്ത് പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായും നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു. പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി 12 ദിവസം വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ അന്ന് നമ്മൾ അറിയിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ 29 അല്ല, 29 അല്ല, 27 മാസം. ശരിക്കും പറയാം 73 ദിവസമായി ഈ പറയുന്ന താഴ്വാരം, അതോടൊപ്പം തന്നെ LBS ഉന്നതി, IHDP ഉന്നതി, പുഴയോരം ഈ ഭാഗത്തേക്കൊന്നും ഇത്ര നാളായിട്ടും വെള്ളം എത്തിയിട്ടില്ല. ഈ പേരിൽ കുറേ സ്ഥലത്ത് നമ്മൾ പരാതി കൊടുത്തിരുന്നു. ജില്ലാ കലക്ടർ പരാതി കൊടുത്തിരുന്നു, പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് അവർ പല സ്ഥലത്തും കുഴിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ഈ ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. 26 വർഷം വരെ, 18-ാം തീയതി വരെ 26 വർഷം മുടങ്ങാതെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം മൊത്തം. ഈ വാട്ടർ അതോറിറ്റിയുടെ പണി വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് 15 ദിവസം ഞങ്ങൾക്ക് അവർ അവധി തന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം വരുന്നു പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. ഞങ്ങളുടെ കോളനിയിൽ നൂല് പോലെ വെള്ളം വരുന്നുണ്ട്, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഈ വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചപ്പോൾ ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് ഭീഷണികൾ വന്നു തുടങ്ങി.
പെൺമക്കളുള്ള അമ്മമാരെ സൂക്ഷിക്കുക. ഞങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഇപ്പോഴും വീടുകളിലേക്ക് കോളുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണം. സംഘത്തെ ഭരണസമിതി 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കിയെന്നാരോപിച്ച് കർഷകർ സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 700 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെയാണ് കർഷകർ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിന് കീഴിലുള്ള 600ഓളം കർഷകരെ കടക്കണിയിലാക്കിയാണ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയെന്നാണ് കർഷകരുടെ ആരോപണം. പുല്ലഴി കോൾപ്പടവിലെ കർഷകർ കേരള ബാങ്കിലുള്ള വായ്പ അടയ്ക്കാൻ നൽകിയ 25 ലക്ഷം രൂപ ഭരണസമിതി തിരിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പടവിൽ താറാവിനെ ഇറക്കാൻ ലഭിച്ച 2.25 ലക്ഷം രൂപയുടെ ടെൻഡർ ഒഴിവാക്കി 1,80,000 രൂപയുടെ ടെൻഡർ നൽകി 1 ലക്ഷം രൂപ അഴിമതി നടത്തിയെന്നും മറ്റൊരാരോപണമുണ്ട്. സംഘത്തെ 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കി കർഷകരെ വഞ്ചിച്ച സംഘം പ്രസിഡന്റ് ഗോപിനാഥനും സംഘവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ 3 വർഷമായി സംഘം നഷ്ടത്തിലാണെന്നാണ് കർഷകർ പറയുന്നത്. സംഘം ഇന്ന് വലിയ കടബാധ്യതയിലാണെന്നും സംഘത്തിലെ അംഗങ്ങൾ ഒരു ബാധ്യതയും വരുത്തിയിട്ടില്ലെന്നും കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരിയും മുൻ കൌൺസിലറുമായ കെ രാമനാഥൻ പറഞ്ഞു. 2007-2008 മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണസമിതിയാണ്. ഈ ഭരണസമിതി അധികാരം എടുക്കുന്ന സമയത്ത് 35 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ ബാധ്യത. ആ 35 ലക്ഷം രൂപയിൽ അന്ന് ആരംഭിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഒരു ബാധ്യത ഉൾപ്പെടെയാണ് അന്ന് 35 ലക്ഷം. ഇന്ന് ആ ബാധ്യതയാണ് 1,40,00,000 രൂപയ്ക്ക് എത്തിക്കുന്നത്. തന്നെയല്ല, സംഘം ജീവനക്കാർക്ക് 4 മാസമായി ശമ്പളം കൊടുത്തിട്ട്. ഇതിനെതിരെ സഹകരണ സംഘം ഡിപ്പാർട്ട്മെന്റിനും ജയാറിനും ജോയിന്റ് ഡയറക്ടർക്ക് എല്ലാവർക്കും നിരന്തരമായി പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലും നടപടി ഉണ്ടായിട്ടില്ല. കെ ഡി ജോയി, ആലാട്ട് ചന്ദ്രൻ, ടി വി രാജു, വി കെ ബാബു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. TCV തൃശൂർ. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് നീങ്ങാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. അണിയറയിൽ ആവേശത്തിന്റെ പടയൊരുക്കുമായി പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ. സ്വരാജ് റൗണ്ടിനെ ഇളക്കിമറിക്കുന്ന പുലിക്കളിയും നാട്ടിടവഴികളെയും ഗ്രാമവീഥികളെയും വർണ്ണപ്പകിട്ടാർന്ന വേഷങ്ങളണിഞ്ഞെത്തുന്ന തനത് കുമ്മാട്ടികളും ഇത്തവണയും തൃശൂരിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരും. പുലിക്കളിയുടെയും കുമ്മാട്ടികളുടെയും വരവറിയിച്ച് കവലകളിലും തെരുവോരങ്ങളിലും പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. വിളംബര ബോർഡുകൾ ഓരോന്നായി നിരന്നതോടെ ഓണാവേശം കൊട്ടിക്കയറും മുൻപ് തന്നെ നാടും നഗരവും ആഘോഷ ലഹരിയിലേക്ക് വഴിമാറി. കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ പുലിക്കളിക്കും കുമ്മാട്ടിക്കളിക്കും ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഓരോ ടീമുകൾക്കും മുൻവർഷം 3,12,500 രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. അത് 3.5 ലക്ഷമാക്കി ഉയർത്തി. ഓരോ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 2 കുമ്മാട്ടി സംഘങ്ങൾക്ക് 50,000 രൂപ വീതം അനുവദിക്കും. ദേശീയപാത 66 മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 6 വരി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. മതിലകം പഞ്ചായത്തിലെ കനോലി കനാലിനോട് ചേർന്ന 8ാം വാർഡിലെ കിഴക്കുംപുറം ഭാഗത്താണ് സർവീസ് റോഡ് ഇല്ലാത്തത്. ഇവിടെ താമസിക്കുന്ന 25ഓളം പട്ടികജാതി കുടുംബങ്ങളും ചെറുകിട കർഷകരും യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ സമീപത്തെ അടിപ്പാതകളിലേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 10 അടിയിലേറെ ഉയരമുള്ള ദേശീയപാതയിലേക്ക് കയറി 6 വരി റോഡ് മുറിച്ചു കടക്കേണ്ട അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏത് നിമിഷവും വലിയ അപകടം സംഭവിക്കാമെന്ന ആശങ്ക ശക്തമാണ്. സർവീസ് റോഡ് ഉണ്ടെന്നാണ് ഇവർ പറയണത്. ഇത്ര കാലമായിട്ടും സർവീസ് റോഡിന്റെ ഇത് കാണുന്നില്ല. ഇപ്പൊ ഇവര് ഈ പണിക്കാർ വന്നിട്ട് അവർക്കൊന്നും അറിഞ്ഞൂടാന്നുള്ളത്. ഞങ്ങൾ എങ്ങനെ കടക്കുപ്പത്? ഒന്നാമത് മര്യാദക്കൊരു വഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് കടക്കണ ഒരു കണക്കിനാണ്. 100 സ്പീഡിലാണ് വണ്ടി വരുന്നത്. എല്ലാവരും തടഞ്ഞു നിർത്തി. എന്തെങ്കിലും അപകടം വന്നല്ല ആരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇത്രയും നാളായിട്ട് റോഡ് പണി കഴിഞ്ഞപ്പോൾ അവര് ലാസ്റ്റ് ഘട്ടത്തിൽ അവര് വയറിങ്ങിന്റെ പണി അടക്കം അവർ കഴിച്ചു പോകുന്നു. ആ നിലക്ക് ഞങ്ങൾക്ക് ഏത് നിമിഷവും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇപ്പൊ ആകെ ഒരു ചെറിയ വഴിയാണ്, ഒരു ഓട്ടോറിക്ഷ കടക്കാനുള്ള ഒരു വഴി മാത്രം അവർ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് കിടക്കാൻ. അതുവരെ അടച്ചിട്ട് അത് തുറപ്പിച്ചാണ്. അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അധോഗതി 24 വീട്ടുകാര് കഷ്ടപ്പെടും. ബൈപ്പാസിലെ ഡിവൈഡർ പൂർണ്ണമായി അടച്ചാൽ കനോലി തീരവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ജാഗ്രതക്കുറവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13-ന് ഓണപരീക്ഷ തുടങ്ങും. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13-ന് പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ 14-നാണ് തുടക്കം. എല്ലാ വിഭാഗങ്ങളിലും 20-ന് പരീക്ഷ അവസാനിക്കും. 21-ന് പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് ഓണാഘോഷം നടത്താം.
ഓണാവധിക്കായി അന്ന് തന്നെ സ്കൂളുകൾ അടയ്ക്കും. അവധിക്ക് ശേഷം 31-ന് സ്കൂളുകൾ തുറക്കും. ഒരുമനയൂർ മൂന്നാംകല്ലിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത പലഹാര നിർമ്മാണ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പൂട്ടി സീൽ വെച്ചു. ഒരുമനയൂർ സ്വദേശിയായ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള അജുവ സ്നാക്സ് സമൂസ പലഹാര നിർമ്മാണ കേന്ദ്രമാണ് പൂട്ടിച്ചത്. കഴിഞ്ഞ ദിവസം വിജിലൻസ് സ്ക്വാഡും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ദുർഗന്ധം വമിക്കുന്ന 2 ചാക്ക് സമൂസ ലീഫുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ വൃത്തിഹീനമായ രീതിയിലായിരുന്നു സമൂസ നിർമ്മാണം. പീച്ചിയിലെ ഭൂചലനത്തിൽ വീടുകൾക്കുണ്ടായ വിള്ളലുകളുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റ് സംഘം ഒരിക്കൽ കൂടി സ്ഥലം സന്ദർശിച്ച് വിശദമായ പരിശോധന നടത്തണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. മഴ കുറവായ സാഹചര്യത്തിൽ അടുത്ത വർഷത്തേക്ക് വരൾച്ചാ പ്രതിരോധ പദ്ധതി 1 മാസത്തിനകം സമർപ്പിക്കാൻ ജലസേചനം, KSEB, ജല അതോറിറ്റി, കൃഷി വകുപ്പുകൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാനും വിവിധ വകുപ്പുകൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത മാസം 6-നും 7-നും രാത്രി ദർശന നിയന്ത്രണമുണ്ടാകും. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നതുവരെ നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. ശുദ്ധി, ശ്രീഭൂതബലി ചടങ്ങുകൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനുള്ള ഓഗസ്റ്റിലെ 8 ദിവസത്തെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു. ഓഗസ്റ്റിലെ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായി ആകെ 19,200 പേർക്കാണ് അവസരം. സെപ്റ്റംബർ മാസത്തെ സ്ലോട്ടുകൾ ദേവസ്വം പ്രഖ്യാപിച്ചിട്ടില്ല. കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബസ് സഞ്ചരിച്ചത് 100 കിലോമീറ്ററിൽ ഏറെ വേഗതയിലെന്ന് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത വകുപ്പിന് സമർപ്പിക്കും. കുറ്റിപ്പുറം അപകടത്തിൽ MVD, പോലീസ്, നാറ്റ്പാക്, ദേശീയപാത അതോറിറ്റി എന്നിവരുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. പരമാവധി 50 കിലോമീറ്റർ വേഗപരിധിയുള്ള പ്രദേശത്ത് ഇരട്ടിയിലേറെ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചതെന്ന് ഈ പരിശോധനയിൽ വ്യക്തമായി. ആറുവരിപ്പാതയിലെ നിരീക്ഷണ ക്യാമറകളുടെ കുറ്റിപ്പുറത്തുള്ള കൺട്രോൾ റൂമിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളിലാണ് ഇക്കാര്യം വ്യക്തമായത്. അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയ പ്രധാന കാരണം. മഴ പെയ്തിരുന്നതിനാൽ ബസിന്റെ ടയറും റോഡും തമ്മിൽ വേണ്ടത്ര ബന്ധിക്കപ്പെടാതിരുന്നതും അപകടത്തിന്റെ ആഘാതം കൂട്ടി. ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അപകടവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമേ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കൂവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ഞായറാഴ്ച അപകടത്തിൽപ്പെട്ടത്. ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാന സർക്കാരിലെ വിവിധ പദവികളിലേക്ക് തന്റെ പേര് ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ഭരണഘടനാ പദവികളോ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളോ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മുൻപ് തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുധീരൻ നിലപാട് വ്യക്തമാക്കിയത്. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് പച്ചക്കറികൾ കയറ്റിവന്ന ചരക്ക് ലോറി കാനിയിലേക്ക് ചെരിഞ്ഞു. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും ചേർന്ന് ലോറി മാറ്റി. ലോറിയിലുണ്ടായിരുന്ന പച്ചക്കറികൾ മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കാനകൾക്ക് സ്ലാബില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ കയറി SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എളവള്ളി ലോക്കൽ കമ്മിറ്റി പ്രകടനം നടത്തി. വാഗയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷത വഹിച്ചു. KP രാജു, TK സഞ്ജിത്ത്, TD സുനിൽ, KM പരമേശ്വരൻ, സുമാ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു.
കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ.ബി. ജയൻ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് പി.ബി. അനൂപ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ.കെ. സതീശൻ, പ്രശാന്ത്, മേഖലാ സെക്രട്ടറി എം.ജെ. ജോഫി, CPM ലോക്കൽ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ ജീവനക്കാരനായ P.S. സാജിദ് കെട്ടിട നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാജി കോയാലിപ്പറമ്പിൽ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തി. തട്ടിപ്പിന് കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസമിതി പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച ഒറ്റയാൾ പ്രതിഷേധ സമരം കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മായന്നൂർ കുത്താമ്പള്ളി പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സംരക്ഷണ വേലി തകർത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് ഇടിച്ചു കയറി. ചേലക്കര സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കുത്താമ്പള്ളി ഭാഗത്തുനിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്നതിനിടയിലാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത്. വാഹനത്തിലുണ്ടായിരുന്നയാൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CITU ഔദ്യോഗിക മുഖപത്രമായ സന്ദേശം വാർഷിക പരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് MK സജീവൻ, യൂണിറ്റ് സെക്രട്ടറി KC അനിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, K ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി ചികിത്സാ വിദഗ്ധൻ KK അംബുജാക്ഷന്റെ പേരിൽ ഏർപ്പെടുത്തിയ 6ാമത് സ്മൃതി പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകൻ P രാമൻകുട്ടിക്ക് സമ്മാനിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് അധ്യക്ഷനായി. KG ശിവാനന്ദൻ, കവി ബക്കർ മേത്തല, PA സീതി, TM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള തേക്കിൻകാട് മൈതാനത്തൊരുക്കിയ വൈദ്യുത ദീപാലങ്കാര മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവരെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ആദരിച്ചു. തൃശൂർ സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ചെയർമാൻ പോൾസൺ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ നന്ദകുമാർ കൊട്ടാരത്ത്, ഗ്രിഗറിൻ വടക്കൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള തൃശൂർ ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനക്സ്, ജില്ലാ സെക്രട്ടറി ഷിജോൺ അലൻജീസ്, ബെന്നി നീലങ്കാവിൽ, ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാ വർക്കർമാരുടെ അഭിമുഖത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് LDF മെമ്പർമാർ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. ഇന്റർവ്യൂ ബോർഡിൽ അംഗമായ ശുഭ അനിൽകുമാറിനെ ജൂലൈ 9 നടന്ന വാർഡ് 14 അഭിമുഖം രേഖാമൂലം അറിയിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അന്നേ ദിവസം നടന്ന വാർഡ് 16 അഭിമുഖത്തിൽ 14 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടും അതേ വാർഡിലെ തന്നെ പഞ്ചായത്ത് അംഗത്തെ ആശാ വർക്കറെ തെരഞ്ഞെടുത്തെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം തീയതി നടന്ന ആശാ നിയമനവുമായി ബന്ധപ്പെട്ട് ആ വാർഡിലെ മെമ്പറായ എന്നെ മെഡിക്കൽ ഓഫീസറോ പഞ്ചായത്തോ രേഖാമൂലം ഒരു അറിയിപ്പും നമുക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ അംഗമാവാൻ നമുക്ക് സാധിച്ചുമില്ല. അതേസമയം 16-ാം വാർഡിലെ മെമ്പർ തന്നെ ആശാ വർക്കറായി നിയമിക്കുന്ന രീതിയാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. അതിനെതിരെയാണ് LDFന്റെ പ്രതിഷേധം. അതുമാത്രമല്ല, 5 ദിവസം മുന്നേ മാത്രം അജണ്ട ഇട്ടപ്പോ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ ഇന്ന് പേര് നമ്മുടെ സെക്രട്ടറി വായിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ ആ തത്സമയത്താണ് പ്രസിഡന്റ് പോലും അറിഞ്ഞതെന്ന നുണയാണ് നമ്മുടെ മെമ്പർമാരെടുത്ത് ഇന്ന് പറഞ്ഞത്. അതിനെതിരെ LDFന്റെ എല്ലാ മെമ്പർമാരും പ്രതിഷേധിക്കുന്നു. DYFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള വള്ളംകളി മത്സരം ഓഗസ്റ്റ് 9 സംഘടിപ്പിക്കും. കനോലി കനാലിൽ നടക്കുന്ന വള്ളംകളിയുടെ സംഘാടക സമിതി ഓഫീസ് തിരക്കഥാകൃത്ത് PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TP പ്രഭേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PB ഹിമ, ബ്ലോക്ക് സെക്രട്ടറി CK ഹാരിസ്, ഷീല രാജ്കമൽ, MS വിനയകുമാർ, റസോജ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി. പ്രൊഫസർ AK ശാന്ത, തുളസി കൃഷ്ണകുമാർ, KP ഗോപാലകൃഷ്ണൻ, P രാജൻ, കൃഷ്ണകുമാർ കണ്ടേരി എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി. തോളൂർ ഇടവകയിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നേർച്ചയൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഫാദർ സനീഷ് വടുക്കൂട്ട് നേർച്ചയൂട്ട് ആശീർവാദം നിർവഹിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.
പള്ളി ട്രസ്റ്റിമാരായ CO ചാർലി, CJ ജോബിൻ, CT ജോബി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുവല്ലോമലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി റോഡരികിൽ ഉണങ്ങിയ മരങ്ങൾ. TCV വാർത്ത നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ പുനർജനി 2ാം ഗേറ്റിന് സമീപവും സുബി പെട്രോൾ പമ്പിന് സമീപവും ചീരക്കുഴിക്ക് മുൻപും റോഡരികിൽ ഉണങ്ങിയ മരങ്ങൾ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടഭീതി ഉയർത്തുകയാണ്. കായംകുളത്ത് നടന്ന SSF സാഹിത്യോത്സവിൽ മത്സരിച്ച 4 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി ചാവക്കാട് സ്വദേശി ഇർഫാൻ. മാപ്പിളപ്പാട്ട്, മദ്ഹ് ഗാനം, ഉറുദു പദ്യം, ഗ്രൂപ്പ് സോങ് എന്നീ ഇനങ്ങളിലാണ് ഇർഫാൻ നേട്ടം സ്വന്തമാക്കിയത്. തൈക്കടവ് സ്വദേശി വലിയകത്ത് ഹുസൈൻ മിസ്രിയ ദമ്പതികളുടെ മകനായ ഇർഫാൻ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പരിമളമായി പടരുകയൊരു ചിരിമല്ലേ, മരുവനവും കുളിരുകയിനി മഴയല്ലേ. കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ വാർഷികവും പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് 9 നടക്കും. ഈ വർഷത്തെ കക്കാട് പുരസ്കാരം തിമില വിദ്വാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അർഹനായി. 20,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കലാചാര്യ പുരസ്കാരത്തിന് കാഞ്ഞങ്ങാട് മുരളീധരൻ മാരാരും, വാദ്യപ്രഭ പുരസ്കാരത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരും, വാദ്യകലാ സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ NP വിജയകൃഷ്ണനും അർഹരായി. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 9 കുന്നംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. വാദ്യകലാക്ഷേത്രം പ്രസിഡന്റ് കക്കാട് രാജപ്പൻ മാരാർ, സെക്രട്ടറി സുരേഷ് കുറുപ്പ്, ജനറൽ കൺവീനർ മധു K. നായർ, ട്രഷറർ MK ബിജു മാരാർ, കൺവീനർ വിഷ്ണു വടക്കേക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പദയാത്ര ഞായറാഴ്ച നടക്കും. രാവിലെ 10 പുത്തൂർ ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്ന് പദയാത്ര ആരംഭിക്കും. മാർ ബോസ്കോ പുത്തൂർ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ അധ്യക്ഷത വഹിക്കും. മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്കാണ് പദയാത്ര. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, മാന്നാമംഗലം പള്ളി വികാരി ഫാദർ സെബി വെളിയൻ, പുത്തൂർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർക്കിടകവാവ് ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ നൽകിവരുന്ന പിതൃസ്മൃതി പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിയെയും മാതൃസ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം സരസ്വതിയെയും തെരഞ്ഞെടുത്തായി ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് 2 പുരസ്കാരങ്ങളും. തെക്കുമുറി മാധവൻ നായരുടെ സ്മരണാർത്ഥമാണ് പിതൃസ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടിയൂർ സുശീലാമയുടെ സ്മരണാർത്ഥമാണ് മാതൃസ്മൃതി പുരസ്കാരം നൽകുന്നത്. ഓഗസ്റ്റ് 12 ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന സദസ്സിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂട്ടായ്മ ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, നിർമ്മല നായ്ക്കത്ത്, ശശി കേനാടത്ത്, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി, ഗീത ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 2024 വേൾഡ് കപ്പ് ഫുട്ബോൾ ആൽബം പ്രകാശനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അലുമിനി എക്സിക്യൂട്ടീവ് അംഗവുമായ ജോഷി ഡേവിഡ് ആൽബം പ്രകാശനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ദിനം മുതൽ ഫൈനൽ മത്സരം വരെ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകൾ, ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ ദിനപത്രങ്ങളിൽ നിന്ന് ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ ആൽബം തയ്യാറാക്കിയത്. സോഷ്യൽ സയൻസ് ക്ലബ്ബ് കോർഡിനേറ്റർ PP. പ്രസന്നകുമാരി, അധ്യാപകരായ NV. വിപിൻദാസ്, KV. വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ആൽബം തയ്യാറാക്കിയ വിദ്യാർത്ഥികളായ എഫ്രിൻ ചാക്കോ ബിജു, ആൻജോ വിജോ, VJ പ്രവിത്, VS ബ്രഹ്മദത്ത്, KR ശിവ, KS അഗ്നിവേശ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കാണിപ്പയ്യൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാക്സി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താണ് അപകടത്തിന് കാരണമായത്. ന്യൂ റോബോട്ട്സും IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ന്യൂ റോബോട്ട്സ് ദേശീയതല ഹാക്കത്തോൺ ഓഗസ്റ്റ് 7-8 തീയതികളിൽ IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നടക്കും. 4 വിഭാഗങ്ങളിലെ നടക്കുന്ന മത്സരത്തിൽ 5 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയാണ് വിജയികൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു.
പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുവിത ജയരാജൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, താന്യം പഞ്ചായത്ത് അംഗങ്ങളായ ഹിമ പ്രവീൺ, ഷീബ ഗോപകുമാർ, സാജൻ KH, പ്രിൻസിപ്പൽ PS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗള ദിനോപഹാര പദ്ധതിയിലേക്ക് ഭദ്ര മാടക്കായി തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ധനസഹായം കൈമാറി. ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു ധനസഹായം ഏറ്റുവാങ്ങി. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി, ആക്സ് ഭാരവാഹികളായ അഭയ് തൃപ്രയാർ, MS സജീഷ്, സുവിത് കൂന്തറ, പൊന്നൻ തൃപ്രയാർ, ഭദ്രയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KSRTC ഇന്നു മുതൽ കൊറിയർ സർവീസ് നിർത്തി. സർവീസ് മോശമെന്ന വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. കയ്പമംഗലം പഞ്ചായത്തിൽ 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി. ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിനെതിരെ വൻ അഴിമതി ആരോപണം. സംഘത്തെ ഭരണസമിതി 1,40,00,000 രൂപയുടെ കടക്കണിയിലാക്കിയെന്നാരോപിച്ച് കർഷകർ സംഘം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് നീങ്ങാൻ ഇനി നാളുകൾ മാത്രം. അണിയറയിൽ ആവേശത്തിന്റെ പടയൊരുക്കവുമായി പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ. മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13-ന് ഓണപ്പരീക്ഷ തുടങ്ങും. ഓണപ്പരീക്ഷ 20-ന് അവസാനിക്കും. ഒരുവനയൂർ മൂന്നാം കല്ലിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത പലഹാര നിർമ്മാണ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. അജുവ സ്നാക്സ് സമൂസ പലഹാര നിർമ്മാണ കേന്ദ്രമാണ് പൂട്ടിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.